54,282 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകളാണ് കേന്ദ്ര സർക്കാരിന് കീഴിൽ CAG കണ്ടെത്തിയിരിക്കുന്നത്. 2026 ഏപ്രിൽ ആദ്യവാരം പാർലമെന്റിൽ സമർപ്പിക്കപ്പെട്ട ഏറ്റവും പുതിയ ഓഡിറ്റ് റിപ്പോർട്ടിലെ, അതായത് CAG റിപ്പോർട്ട് ഓൺ യൂണിയൻ ഗവൺമെന്റ് അക്കൗണ്ട്സിന്റെ കണ്ടെത്തലുകളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഈ പണം എവിടെ പോയി എന്നതിനോ എങ്ങനെ ചെലവഴിച്ചു എന്നതിനോ കൃത്യമായ രേഖകൾ സമർപ്പിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നത് ജനാധിപത്യ സംവിധാനത്തിന് തന്നെ വെല്ലുവിളിയായിട്ടുള്ള ഒരു കാര്യമാണ്. സർക്കാർ അനുവദിച്ച 54,282.32 കോടിയുടെ ഗ്രാന്റുകൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചുവെന്ന് തെളിയിക്കുന്ന യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റുകൾ ഓഡിറ്റർക്ക് മുന്നിൽ ഇതുവരെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ഇതിൽ ഏകദേശം 38,287 കോടി രൂപയും കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ വിതരണം ചെയ്തതാണ്. പണം കൈപ്പറ്റിയ മന്ത്രാലയങ്ങളും വകുപ്പുകളുമൊക്കെ അതിന്റെ രസീതുകൾ നൽകാതിരിക്കുന്നത് സാമ്പത്തിക ദുരുപയോഗത്തിനുള്ള വ്യക്തമായ സൂചനയായിട്ട് തന്നെ വേണം കരുതാൻ. ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമാണ് ഈ ക്രമക്കേടുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. 18,000 കോടിയിലധികം രൂപയുടെ കണക്കുകൾ നഗര വികസന മന്ത്രാലയം മാത്രം നൽകാനുണ്ട്. സാധാരണക്കാരന്റെ നികുതി പണം എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന കാര്യത്തിൽ സർക്കാരിന് യാതൊരുവിധ നിയന്ത്രണവുമില്ലെന്ന് ഈ കണക്കുകൾ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. 10,000 കോടിയിലധികം രൂപ തെറ്റായ അക്കൗണ്ടിംഗ് ഹെഡുകളിലൂടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓഡിറ്റിംഗിൽ പണം എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോയി എന്നോ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ താൽക്കാലികമായി രേഖപ്പെടുത്തുന്ന ഇടമാണ് സസ്പെൻസ് അക്കൗണ്ട്, അതായത് സസ്പെൻസ് ഹെഡ്സ്. CAG റിപ്പോർട്ട് പ്രകാരം 39,311 കോടി രൂപ ഇത്തരത്തിൽ സസ്പെൻസ് ഹെഡുകളിൽ കെട്ടിക്കിടക്കുകയാണ്. ഇതിൽ പകുതിയിലധികം തപാൽ വകുപ്പുമായി ബന്ധപ്പെട്ട് ചെക്കുകളും ബില്ലുകളുമാണ്. 5 വർഷത്തിലധികമായി പരിഹരിക്കപ്പെടാത്ത 39 കേസുകൾ ഇതിലുണ്ട്. ആറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് ഇവർ തങ്ങളുടെ ദൈനംദിന ചെലവുകൾ മൂലധന ചെലവായി തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവർത്തന ചെലവുകളെ മൂലധനമായി കാണിക്കുന്നത്, അതായത് റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായി കാണിക്കുന്നത് സാമ്പത്തിക രംഗത്ത് വലിയൊരു തട്ടിപ്പാണ്. യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ദൈനംദിന കാര്യങ്ങൾക്കായി ചെലവാക്കുന്ന പണം, അതായത് ശമ്പളം, അറ്റകുറ്റപ്പണികൾ തുടങ്ങിയവ ആസ്തികൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചു എന്ന് വെത്തി തീർക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ ധനക്കമ്മി കുറച്ചു കാണിക്കാനും സർക്കാർ ലാഭത്തിലാണെന്ന് വരുത്തി തീർക്കാനും ഇത്തരം കണക്കിലെ കളികൾ സഹായിക്കും. ചുരുക്കത്തിൽ രാജ്യത്തിന്റെ കടബാധ്യത ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനുള്ള ശ്രമമാണിത്. ഇനി മൈനർ ഹെഡ് 800. സാധാരണയായി സർക്കാർ പണം ചെലവാക്കുമ്പോൾ അത് ഏത് ആവശ്യത്തിനാണെന്ന് കൃത്യമായ ഹെഡുകൾ ഉണ്ടാവണം. എന്നാൽ മൈനർ ഹെഡ് 800 എന്നത് മറ്റുള്ളവ എന്ന അർത്ഥത്തിൽ, അതായത് അതേഴ്സ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. പകുതിയിലധികം ഇടപാടുകൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് വഴി പണം യഥാർത്ഥത്തിൽ എന്തിനാണ് ചെലവാക്കിയതെന്ന് കണ്ടെത്താൻ ഓഡിറ്റർമാർക്ക് കഴിയില്ല. ഇത് അഴിമതി നടത്താനും പണം വകമാറ്റാനുമുള്ള ഏറ്റവും എളുപ്പ വഴിയാണ്. CAG തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണിത്. ജനങ്ങളിൽ നിന്ന് ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനുമായി പ്രത്യേകം പിരിച്ചെടുക്കുന്ന പണമാണ് സെസ്. പുതിയ റിപ്പോർട്ടിലെ ഏറ്റവും ഞെട്ടിക്കുന്ന കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ സർക്കാർ സെസ് ഇനത്തിൽ പിരിച്ചെടുത്ത ഭീമമായ തുക ഇതുവരെ ബന്ധപ്പെട്ട ഫണ്ടുകളിലേക്ക് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. വിവിധ കാലഘട്ടങ്ങളിലായി പിരിച്ചെടുത്ത 3.69 ലക്ഷം കോടി രൂപയാണ് സർക്കാർ വകമാറ്റുകയോ കൈവശം വയ്ക്കുകയോ ചെയ്തിരിക്കുന്നത്. ഇതിൽ ആരോഗ്യ വിദ്യാഭ്യാസ സെസ് മാത്രം 37,537 കോടി രൂപ. 2018 മുതൽ 2024 വരെയുള്ള കണക്കാണിത്. ജനങ്ങളിൽ നിന്ന് പ്രത്യേക ആവശ്യത്തിന് പിരിച്ചെടുക്കുന്ന പണം എന്തുകൊണ്ട് അക്കൗണ്ടിൽ എത്താത്തത് എന്നുള്ളത് ഒരു വലിയ വീഴ്ച തന്നെയാണ്. ഇതിലെ വഞ്ചന എന്ന് പറയുന്നത് നിയമപ്രകാരം ഈ പണം അതത് ആവശ്യങ്ങൾക്കായി രൂപീകരിച്ച റിസർവ് ഫണ്ടുകളിലേക്ക് മാറ്റണം. ഇങ്ങനെ മാറ്റാതെ സർക്കാർ കൈവശം വെച്ചിരിക്കുന്ന വഴി ആ പണം മറ്റാവശ്യങ്ങൾക്കായി, ഉദാഹരണത്തിന് കടം വീട്ടാനോ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള മറ്റു പദ്ധതികൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ തന്നെ സർക്കാർ സാമ്പത്തിക കൃത്യത പാലിക്കുന്നില്ലെന്ന് മാത്രമല്ല പാർലമെന്റിനെയും ഓഡിറ്റിംഗ് സംവിധാനങ്ങളെയും കബളിപ്പിക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുന്നുവെന്ന ഒരു കാര്യം കൂടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. ഡിജിറ്റൽ ഇന്ത്യ എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്ന് CAG മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യോഗ്യതയില്ലാത്ത ഗുണഭോക്താക്കൾക്ക് പണം നൽകുക, ഗോസ്റ്റ് പേയ്മെന്റ്സ്, ഡാറ്റയിൽ തിരിമറി നടത്തുക, ഉപയോഗിക്കാത്ത ഫണ്ടുകൾ IT സിസ്റ്റങ്ങളിൽ കെട്ടിക്കിടക്കുക എന്നിവ ഇപ്പോൾ വ്യാപകമായിട്ടുള്ള ഒരു കാര്യമാണ്. സാങ്കേതിക വിദ്യ അഴിമതി തടയുന്നതിന് പകരം പലപ്പോഴും അതിന് സഹായമാകുന്നു എന്നതാണ് CAGയുടെ നിരീക്ഷണം. സർക്കാരിന്റെ മൗനം ശരിക്കും പറഞ്ഞാൽ സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണക്കാരുടെ നികുതി പണം എവിടെ പോയി എന്ന് പറയാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ടെന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക. ഇത് വെറും ഒരു നടപടി ക്രമപരമായ താമസമല്ല, മറിച്ച് കൃത്യമായ ഓഡിറ്റിംഗിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമം തന്നെയാണ്. ഈ കണക്കില്ലാത്ത കോടികൾക്ക് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുണ്ട്. നിശബ്ദത പാലിക്കുന്നത് വഴി തങ്ങൾ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണെന്നുള്ള മൗന സമ്മതമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് തന്നെ. പലപ്പോഴും CAGയുടെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനെതിരായി വരുമ്പോൾ ആരാണ് ഈ CAG എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ CAG എന്താണെന്ന് പറയുന്നത്. CAG അഥവാ കോംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നത് ഇന്ത്യയുടെ ഭരണഘടനാപരമായ ഏറ്റവും ഉയർന്ന ഓഡിറ്റിംഗ് അധികാര സ്ഥാനമാണ്. ലളിതമായി പറഞ്ഞ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പണം എവിടെ നിന്ന് വരുന്നു, അത് എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് പരിശോധിക്കുന്ന രാജ്യത്തിന്റെ കാവൽക്കാരനാണ് CAG. CAGയുടെ ചുമതലകളിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത് കണക്കെടുപ്പാണ് ഒന്ന്. കേന്ദ്ര സർക്കാരും എല്ലാ സംസ്ഥാന സർക്കാരുകളും ചെലവാക്കുന്ന ഓരോ രൂപയും നിയമപരമായിട്ടാണോ ചെലവാക്കിയത് എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു കടമ. അതിനുശേഷം രണ്ടാമത് റിപ്പോർട്ട് സമർപ്പിക്കലാണ്. പരിശോധനയ്ക്ക് ശേഷം കണ്ടെത്തുന്ന ക്രമക്കേടുകൾ റിപ്പോർട്ടായി തയ്യാറാക്കും. കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ട് രാഷ്ട്രപതിക്കും സംസ്ഥാനങ്ങളുടേത് ഗവർണർക്കുമാണ് നൽകുന്നത്. ഇത് പിന്നീട് പാർലമെന്റിലും നിയമസഭകളിലും ചർച്ചയ്ക്ക് വരും. മൂന്നാമത്തെ കാര്യം അഴിമതി
അഴിമതി തടയലാണ്. സർക്കാരുകൾ പണം വകമാറ്റി ചെലവാക്കുന്നത് കണ്ടെത്തുക വഴി വലിയ അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ CAG സാധിക്കും. ഉദാഹരണത്തിന് പണ്ട് നടന്ന 2G സ്കാമും കോമൺവെൽത്ത് അഴിമതി എന്നിവ പുറത്തു കൊണ്ടുവന്നത് CAG ആയിരുന്നു. പിന്നെ CAGയുടെ ഭരണഘടനാ പദവി എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 148 പ്രകാരമാണ് CAGയെ നിയമിക്കുന്നത്. രാഷ്ട്രപതിയാണ് CAGയെ നിയമിക്കുന്നത്. എന്നാൽ ഭരണകൂടത്തിന്റെ സമ്മർദ്ദമില്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ CAGക്ക് അധികാരമുണ്ട്. ഒരു സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന അതേ കഠിനമായ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ CAGയെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ കഴിയൂ. 54,282 കോടി രൂപയുടെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നത് CAG നടത്തിയ ഓഡിറ്റിംഗിലൂടെയാണ്. സർക്കാർ പണം ചെലവാക്കിയെങ്കിലും അതിൽ കൃത്യമായ ബില്ലുകളോ രേഖകളോ നൽകിയിട്ടില്ല എന്നുള്ളത്, അതായത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് CAG ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. CAG ഒരു റിപ്പോർട്ട് നൽകിയാൽ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയാണ്. കാരണം ആ റിപ്പോർട്ട് പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി PAC വിശദമായി പരിശോധിക്കും. അവിടെ സർക്കാരിന് കൃത്യമായി മറുപടി നൽകേണ്ടി വരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ജനങ്ങളുടെ നികുതി പണം സർക്കാർ ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഏറ്റവും വലിയ ഔദ്യോഗിക സംവിധാനമാണ് CAG. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, CAG റിപ്പോർട്ട് പ്രകാരം വന്ന കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അത് രാഷ്ട്രീയവൽക്കരിച്ചുണ്ടാക്കിയ കാര്യങ്ങളാണെന്ന് പറയാതിരിക്കുക. നിങ്ങൾക്ക് CAGയുടെ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. അവിടെ പോയി ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ്.